ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ സാം എന്നു പേരുള്ള ഒരു കൊച്ചുകുട്ടിയുടെ ജീവിതകഥ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. സാം ഒരു പാവം അനാഥനായ ബാലനാണ്. അവന് ചെറുപ്പത്തിലെ അവൻ്റെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അവന് ജീവിതം വളരെ ബുദ്ധിമുട്ടുള്ളതായി തീർന്നു. അടുത്ത ബന്ധുക്കൾ അവൻ അവർക്കൊരു ബാധ്യതയാകും എന്നു കരുതി അവനെ അവഗണിച്ചു. ആരോടും പരാതി പറയാതെ അവൻ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മനോഹരമായ ഓർമ്മകളിൽ അവൻ ജീവിച്ചു. അവൻ്റെ ആ ദയനീയമായ അവസ്ഥയിലും ആരും സഹായിക്കാനില്ലാഞ്ഞിട്ടും അവൻ എന്നും ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഒരിക്കലും ദൈവത്തോട് പരാതി പറഞ്ഞില്ല. അവൻ ആ നഗരത്തിലെ ഒരു കടയിൽ എന്നും ജോലിക്ക് പോയായിരുന്നു കഴിഞ്ഞിരുന്നത്. എന്നാൽ ആ ജോലിയിലും അവന് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. ആ കടയുടെ ഉടമ അവനോട് ഒരു അനുകമ്പയും ഇല്ലാതെയായിരുന്നു പെരുമാറിയിരുന്നത്. അവനൊരു അനാഥബാലനായിരുന്നതുകൊണ്ടും ആരും അവനു വേണ്ടി ചോദിക്കാൻ വരില്ലെന്നുറപ്പുള്ളതിനാലും അയാൾ അവനെക്കൊണ്ട് ദിവസവും അധിക നേരം ജോലിയെടുപ്പിച്ചു. ജോലി പൂർത്തിയാക്കിയാലും വീണ്ടും വീണ്ടും ജോലി കൊടുത്തുകൊണ്ടിരുന്നു. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ വളരെ മോശമായി അവനോട് പെരുമാറുമായിരുന്നു. എന്നാൽ അയാൾ ദിവസത്തിൻ്റെ അവസാനം കൂലിയായി കഴിക്കാൻ കുറച്ച് ബ്രെഡും പഴവും മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. അതും ആ കടയിൽ ബാക്കി വരുന്നത്. അയാൾ അവൻ്റെ ദയനീയാവസ്ഥ ശരിക്കും മുതലെടുത്തിരുന്നു. എന്നാലും സാം എല്ലാം ക്ഷമിച്ച് സഹിച്ചു. എന്നെങ്കിലും തൻ്റെ കഷ്ടതകൾ മാറുമെന്ന പ്രതീക്ഷയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ജീവിച്ചു. ഒരു ദിവസം പതിവ് പോലെ വളരെ വൈകി ജോലി കഴിഞ്ഞപ്പോൾ കിട്ടിയ കുറച്ച് ബ്രെഡും പഴങ്ങളുമായി വീട്ടിലേക്ക് പോരുന്ന വഴി കുറച്ച് ചെറുപ്പക്കാർ സാമിനെ വഴിയിൽ തടഞ്ഞു നിർത്തി അവനെ കളിയാക്കാനും തള്ളാനും തുടങ്ങി. അവൻ്റെ ബാഗിൽ നിന്നും ആ ബ്രെഡും പഴങ്ങളും നിലത്തേക്ക് തെറിച്ചു. സാം കരയാൻ തുടങ്ങി. ആ ചെറുപ്പക്കാർ അവനെ കുറച്ചു നേരം കൂടി കളിയാക്കിയതിനു ശേഷം അവിടെ നിന്നും പോയി. അവൻ അപ്പോഴും എല്ലാം ക്ഷമിച്ച് ഒന്നും മിണ്ടാതെ നിന്നു. ആ നിലത്ത് വീണ ഭക്ഷണ സാധനങ്ങളിലെ മണ്ണും പൊടിയും നീക്കി ബാഗിലാക്കി വീട്ടിലേക്ക് പോകാനായി തുനിഞ്ഞപ്പോൾ അടുത്ത് പ്രായമുള്ളൊരു വ്യക്തി നിൽക്കുന്നത് കണ്ട് പേടിച്ചു പോയ സാം ഒരടി പിന്നിലേക്ക് നീങ്ങി നിന്നു. ആ മനുഷ്യൻ സാമിനോട് ചോദിച്ചു, "കുഞ്ഞെ, എന്തുപറ്റി? ഈ സന്ധ്യാസമയത്ത് നീ ഒറ്റയ്ക്ക് എങ്ങോട്ട് പോകുന്നു?" സാം കണ്ണുനീരോടുകൂടി കരച്ചിലടക്കാനാവാതെ തൻ്റെ കഥ ആ മനുഷ്യനോട് പറഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം ആ മനുഷ്യൻ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, "എല്ലാം ശരിയാകും. എനിക്ക് വിശക്കുന്നുണ്ട്. നിന്റെ കയ്യിൽ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ?" സാം തനിക്ക് കൂലിയായി കിട്ടിയ ആ ബ്രെഡും പഴവും ആ മനുഷ്യന് കൊടുത്തു. അദ്ദേഹം അത് കഴിച്ചുകൊണ്ട് പറഞ്ഞു, "നല്ല സ്വാദുണ്ട്." താൻ എന്നും കഴിക്കുന്ന സ്വാദില്ലാത്ത ആ ഭക്ഷണത്തിന് സ്വാദുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സാമിന് അത്ഭുതമായി. സാം അദ്ദേഹത്തോട് പറഞ്ഞു, "താങ്കളെ ഞാൻ മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ." ആ മനുഷ്യൻ പറഞ്ഞു, "ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. നീ എന്നും എന്നോട് സംസാരിക്കുമായിരുന്നില്ലേ?" സാമിന് അത്ഭുതമായി. സാം പറഞ്ഞു, "ഞാൻ പറയുന്നത് കേൾക്കാനോ എന്നോട് സംസാരിക്കാനോ ആർക്കും സമയമില്ല. പിന്നെ ദൈവത്തോട് മാത്രമാണ് ഞാൻ എന്നും എൻ്റെ വിഷമങ്ങൾ പറഞ്ഞിരുന്നത്." അപ്പോൾ ആ മനുഷ്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "എന്നാൽ നീ സംസാരിച്ചിരുന്ന, നിന്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവമാണ് ഞാൻ." ആ നിമിഷം അവിടെ പ്രകാശപൂരിതമായി. ദൈവത്തിൻ്റെ മുഖം ആ പ്രകാശത്താൽ തിളങ്ങി. സാമിന് നേരെ നോക്കാൻ കഴിയാത്ത വിധം അവിടെ ഒരു ദിവ്യ തേജസ് പ്രത്യക്ഷപ്പെട്ടു. സാമിൻ്റെ കൈകളും കാലുകളും വിറച്ചു. അവൻ കൈകൾ കൂപ്പി മുട്ടുകുത്തി നിലത്തിരുന്നു. ദൈവത്തിൽ നിന്നും ഒരു സ്വരമുണ്ടായി, "ഭയപ്പെടേണ്ട, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. നീ എനിക്ക് പ്രിയപ്പെട്ടവനായിരിക്കുന്നു. നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തുന്നു." ആ നിമിഷം ആ ദിവ്യ തേജസ് അവിടെ നിന്നും മാഞ്ഞു. സാം എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ നിന്നു. അവിടെ നിന്നും ഓടി വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ആ നഗരത്തിലെ പള്ളിയിലെ വികാരിയച്ഛൻ സാമിനെ വന്ന് കണ്ടു. അദ്ദേഹം അവനോട് പറഞ്ഞു, "ഈ ഇടവകയിൽ പുതിയതായി വന്ന ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ആരുമില്ലാത്ത ഒരു കുട്ടിയെ ദത്തെടുത്ത് വളർത്താൻ ആഗ്രഹമുണ്ട്. നിനക്കു സമ്മതമാണെങ്കിൽ ഞാൻ അവരെ ആ കാര്യം അറിയിക്കാം." സാം ഒരു നിമിഷം ദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിച്ച് സമ്മതമാണെന്നറിയിച്ചു. അപ്പോൾ അച്ഛൻ അവനോട് പറഞ്ഞു, "നീ നാളെ അവരെ കാണുമ്പോൾ ഒരു അത്ഭുതമായി തോന്നും." ആ പറഞ്ഞതിൻ്റെ അർത്ഥം സാമിന് അപ്പോൾ മനസ്സിലായില്ല. പിറ്റേ ദിവസം വികാരിയച്ഛൻ സാമിനെ ഒരു വലിയ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ വീട്ടിലുള്ളവരെ കണ്ട് സാം ഞെട്ടി. തൻ്റെ മരിച്ചുപോയ അച്ഛൻ്റെയും അമ്മയുടെയും പോലെ ഇരിക്കുന്ന രണ്ടുപേരാണ് സാമിനെ ദത്തെടുത്തിരിക്കുന്നത്. സാം അവിടെ നിന്നും ഉറക്കെ കരഞ്ഞു.
സാമിൻ്റെ കഥകളെല്ലാം വികാരിയച്ഛൻ അവരെ മുന്നേ അറിയിച്ചിരുന്നു. ആ സ്ത്രീ ഓടിച്ചെന്ന് സാമിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇനി മുതൽ അനാഥനല്ല, നിനക്കോ അച്ഛനും അമ്മയുമുണ്ട്. ഇനി മുതൽ ഞങ്ങളുടെ മകനായി ഈ വീട്ടിൽ നീ കഴിയും. ആ വലിയ വീട്ടിലെ ചുമരിലെ ദൈവത്തിൻ്റെ ഫോട്ടോയിലെ പ്രകാശം സാമിൻ്റെ കണ്ണുകളിലേക്കടിച്ചു. അന്നുവരെ അവന് നഷ്ടപ്പെട്ടതൊക്കെ അവന് തിരികെ ലഭിച്ചു. അവന് ചെറുപ്പത്തിലെ നഷ്ടമായ അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം അവന് വീണ്ടും കിട്ടിത്തുടങ്ങി. കുട്ടികളില്ലാതിരുന്ന അവർക്ക് സാമിനെ ദൈവം കൊടുത്ത കുഞ്ഞായി കരുതി സ്നേഹിച്ചു. ഇന്നത്തെ ഈ ചെറിയ കഥയിലൂടെ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തകർച്ചകളും ദുരിതങ്ങളും നഷ്ടങ്ങളും വരുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.